ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക് പല്ലിൽ കേടുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ പല്ലുകളിൽ കേട് വരുന്നതെന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടാവാം. ചില ആൾക്കാർ മിസ്കോൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചോക്ലേറ്റ് ഒരുപാട് കഴിച്ചതുകൊണ്ട് എനിക്ക് കേട് വന്നു. അങ്ങനെയല്ല, ചോക്ലേറ്റ്സിൽ സൂക്രോസും ഒരു കാരണമാകാം, അത്രേ ഉള്ളൂ. ചില ആൾക്കാർ ഭയങ്കര ക്ലീൻ ആയിട്ട് വെച്ചുകൊണ്ടിരുന്നാലും പല്ലിൽ ഡീഗേസ് വരാം. പല്ലിലെ ഡിം ഏരിയാസിൽ ബാക്ടീരിയാസ് കോളനീസ് ആയിട്ട് ഇരുന്നിട്ട് അവിടെ ഇരുന്ന് സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് ഇനാമലിനെ ഡീമിനറലൈസ് ചെയ്യും. ഇനാമൽ എന്ന് പറയുന്നത് പല്ലിൻ്റെ ഏറ്റവും ഔട്ടർ കവറിങ് ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ തന്നെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയലിനെ ഡീമിനറലൈസ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയാസ് ഉണ്ടെങ്കിലോ നമ്മുടെ പല്ല് പെട്ടെന്ന് തന്നെ വെള്ള കളറിൽ ബ്ലാക്ക് കളറായിട്ടങ്ങ് മാറും. അപ്പോൾ ഈ വെള്ളയ്ക്കും ബ്ലാക്കിനും ഇടയ്ക്കുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേജ്, അത് ബ്രൗണിഷ് കളർ വരുന്ന ആ സമയത്ത് പല്ല് തന്നെ സോഫ്റ്റ് ആയിരിക്കും. നമുക്കത് സ്കൂപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വരെ ഇനാമൽ അലിഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻസ് പല രീതിയിലും കൊണ്ടുവരാം. ഓക്കെ, ഇപ്പം ജനറ്റിക് എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്ററിയും വേണമെങ്കിൽ ഇതിൽ പറയാം. അപ്പം അതൊക്കെ ഒരു സൈഡ് ചെയ്യട്ടെ. നമ്മളിവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇനാമൽ കഴിഞ്ഞ് രണ്ടാമത്തെ ലെയറിലേക്ക് പോകുമ്പോഴാണ് പുളിപ്പ് അനുഭവപ്പെടുന്നത്. അതായത് ഡെന്റിനാണ് ഈ രണ്ടാമത്തെ ലെയർ. അവിടെ എത്തുമ്പോൾ നമുക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ തണുത്ത ഫുഡൊന്നും വായിൽ വെച്ച് കഴിക്കാൻ പറ്റില്ല, വായിൽ വെള്ളം കൊള്ളാൻ പറ്റാത്ത അവസ്ഥ, ബ്രഷ് ചെയ്തിട്ട് കുലുക്കി തുപ്പാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ആൾക്കാർ പ്രശ്നങ്ങൾ പറയും. അപ്പോൾ ഡെന്റിൻ ആ ഒരു ലെയറിലോട്ട് എത്തി നമുക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡെന്റീനിൽ നമുക്കൊന്ന് സീൽ ചെയ്ത് നോക്കാനുള്ള ചാൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് 100% ഓക്കെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെയറിനെ അഫക്റ്റ് ചെയ്യുന്നത് പൾപ്പ്, അതായത് പല്ലിൻ്റെ ബ്ലഡ് വെസൽസും നെർവ്സും ഇരിക്കുന്ന ആ ഒരു റീജിയനെ അഫക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്, പൾപ്പൈറ്റിസ് എന്ന് പറയുന്നത്. ആ പൾപ്പ് ഏരിയ ഇൻഫ്ലെയിംഡ് ആവുന്ന കണ്ടീഷൻ. ആ സമയത്ത് നമ്മൾ പല്ല് എടുത്ത് കളയുകയല്ല വേണ്ടത്. ബലമുള്ള കുലുങ്ങാത്ത പല്ലാണെങ്കിൽ റൂട്ട് കനാൽ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല്ലിനെ സേവ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ അകത്തുള്ള ബ്ലഡ് വെസൽസും നെർവ്സും കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു ബയോകമ്പാറ്റബിൾ ആയിട്ടുള്ള റബ്ബർ സ്റ്റിക്ക് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ താഴത്തെ പല്ലുകൾക്ക് നോർമലി 2 വേരാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ 3 റൂട്ട് കനാൽസ് വരെ നമ്മൾ ചെയ്യും. മുകളിലത്തെ പല്ലിന് 3 വേരുണ്ട്. മോസ്റ്റ്ലിയും 3 റൂട്ട് കനാൽസ് തന്നെയാണ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ഒരു എക്സ്ട്രാ ഉണ്ടായിരിക്കും ഒരു റൂട്ട് കനാലും കൂടി. അപ്പോൾ അങ്ങനെ 4 റൂട്ട് കനാൽസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എക്സ്റേ ഒക്കെ എടുത്തിട്ട് അതായിട്ട് അനുബന്ധ ട്രീറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഒട്ടും സേവ് ചെയ്യാൻ പറ്റാത്തത് പുവർ പ്രൊഗ്നോസിസിലിരിക്കുന്നത്. ഈ പല്ലിന് ഇരുന്നത് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, മറ്റുള്ള പല്ലുകൾക്കും കൂടെ ബുദ്ധിമുട്ടേ ഉണ്ടാവൂ. അങ്ങനത്തെ കണ്ടീഷൻസിൽ മാത്രമേ നമ്മൾ പല്ല് എടുത്ത് മാറ്റുന്ന ചികിത്സ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ഇനാമലിൽ ഡീക്കേ വരുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. മറ്റു 2 റീച്ച് ആയത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് നമ്മളൊരു ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക് തന്നെ പോകണം. അപ്പോൾ നമ്മൾ 6 മന്ത്സ് എന്താണ്, എല്ലാ വർഷവും 6 മന്ത്സ് ആകുമ്പോൾ ഡെന്റൽ ക്ലിനിക്കിൽ ഡെന്റിസ്റ്റിനെ റിവ്യൂ ചെക്കപ്പിനായിട്ട് പോവാം. കുട്ടികളുടെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ അവർ നേരെ ബ്രഷ് ചെയ്യത്തില്ല. അപ്പോൾ അവിടെയൊക്കെ ബാക്ടീരിയാസ് ഇരുന്നിട്ട് അവിടെയും ഡീക്ക ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പല്ലിൻ്റെ അനാറ്റമിക്കൽ ഏരിയാസ് ആണ്